നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കരുത്. സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പൊതുജനങ്ങളിലും വ്യാപാരികളിലും ഭാരമാവുന്ന രൂപത്തിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കരുതെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. 5 ലക്ഷത്തോളം കുടുംബങ്ങളുടെ ആശ്രയവും ലക്ഷക്കണക്കിന് തൊഴിലും നൽകുന്ന സ്വർണ്ണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും സ്വർണ്ണ വ്യാപാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാറ്റ് കുടിശ്ശിക എഴുതി തള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സ്വർണത്തിന് ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടെ സ്വർണ്ണ കള്ളക്കടത്ത് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗത സ്വർണ്ണ മേഖലയിൽ നടക്കുന്നതിനേക്കാൾ വലിയ വ്യാപാരമാണ് സമാന്തര മേഖലയിൽ നടക്കുന്നത്. GST ഉദ്യോഗസ്ഥർ പരമ്പരാഗത സ്വർണ്ണ വ്യാപാര മേഖലയിൽ മാത്രമാണ് പരിശോധനകൾ നടത്തിവരുന്നത്. സമാന്തര മേഖലയെ അമർച്ച ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഹാൾ മാർക്കിംഗ് സംവിധാനത്തിലൂടെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിന് ട്രാക്കിംഗ് സംവിധാനം നിലവിൽ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള നികുതി കുറവും GST രജിസ്ട്രേഷൻ എടുത്ത സ്വർണ്ണ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. M. മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ജനറൽ ബോഡി ഏകദേശം 4 മാസത്തോളമായി താന്നൂര് തിരൂര് സംയുക്തമായായിരുന്നു നമ്മുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. പക്ഷെ താന്നൂര് ഏകദേശം 40ഓളം വ്യാപാരികളുള്ള സ്ഥിതിക്ക് അവർക്ക് ഒരു പ്രത്യേക യൂണിറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താന്നൂര് യൂണിറ്റ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താന്നൂരിൽ വിപുലമായ കൺവെൻഷൻ നടത്തി അവിടെ ഒരു യൂണിറ്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അന്ന് നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൽക്കാലികമായി 3 ഭാരവാഹികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ അന്ന് പിരിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി നമ്മുടെ കമ്മിറ്റി നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. ആ പരിപാടിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ തിരൂർ യൂണിറ്റാണ് സ്റ്റേറ്റ് തലത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തിരൂർ യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ വ്യാപാരികളെ പങ്കെടുപ്പിച്ച് പ്രകടനം നടത്തിയത് തിരൂർ യൂണിറ്റാണ്. അസീസ് വള്ളത്തൂർ, M. ജയപ്രകാശ്, സിദ്ദീഖ് വൈലത്തൂർ, ഹൈനസ് ബാവ, എലൈറ്റ് രവി, CP ഖാലിദ് കുട്ടി, നൌഫൽ ഖത്തർ, ദാമോദരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് വിംഗ് ഭാരവാഹിത്വത്തിലേക്ക് പ്രസിഡന്റായി TV നിഖിൽ, ജനറൽ സെക്രട്ടറിയായി സമീർ ഇനാം, ട്രഷററായി ഹാദി മുഹമ്മദ് പൂവിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.